അപ്പോൾ നമ്മൾ ഇന്ന് യൂണിറ്റ് 3 ആണ് നോക്കാൻ പോകുന്നത്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ. യൂണിറ്റ് 3യുടെ പേര് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പാസേജ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ. റീഡിങ് എന്ന് പറഞ്ഞാൽ വായന, കോംപ്രിഹെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതിൽ കീ വേർഡ്സ് വരുന്നത് റീഡിങ്, അതായത് വായന. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അതായത് അതിനെ വ്യാഖ്യാനിക്കുക എന്ന അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള അർത്ഥം. അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോട്ടേഷനും ഡിനോട്ടേഷനും ഉണ്ട്, രണ്ട് രീതിയിലുള്ള അർത്ഥം കണ്ടെത്തലാണ്. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിക്ഷണറി മീനിങ് കണ്ടെത്തുക. അതേസമയം അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൽ റൈറ്റർ എന്താണോ ഉദ്ദേശിച്ചത് അതും ആ ഒരു അർത്ഥം കണ്ടെത്തലാണ് അനോട്ടേഷൻ. സ്കിൽസ് എന്ന് പറഞ്ഞാൽ കഴിവുകളാണ്, പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ പ്രക്രിയ, മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാർഗ്ഗങ്ങൾ അല്ലേ. നമുക്ക് ഡിസ്കഷനിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു ഹൗ മച്ച് യു ക്യാൻ ഡു ഡെവലപ്പ് റീഡിങ് എബിലിറ്റീസ്. അപ്പോൾ പറയാണ്, നമ്മളപ്പോൾ വായിക്കാനായിട്ട് ടീച്ചേഴ്സും പാരൻസും ഒക്കെ സഹായിക്കും. പക്ഷേ ആ ഒരു വായന എത്രത്തോളം കൂടുതലാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എബിലിറ്റി എങ്ങനെ കൂട്ടണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് എന്ന് പറയാണ്. ശരിയാണ് അല്ലേ. ഇനി ഹൗ മച്ച് ഡു യു വോണ്ട് ടു അഡ്വാൻസ്, എത്രത്തോളം നമുക്ക് പുരോഗമിക്കണം എന്നും നമ്മൾ തീരുമാനിക്കും. വൈ ഡു യു തിങ്ക് യു ഷുഡ് ഗെറ്റ് ബെറ്റർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവണമെന്ന് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണെന്ന് പറയണം. ഹൗ പാഷനേറ്റ്ലി വിൽ യു വർക്ക് ടു അച്ചീവ് യുവർ ഒബ്ജക്റ്റീവ്സ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നു പറയണം. ഹൗ ഓഫൺ വിൽ യു യൂസ് യു ടു വർക്ക് ടുവേർഡ് റീച്ചിങ് ദീസ് ഒബ്ജക്റ്റീവ്സ്, ഈ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യും നോക്കുക. സം പീപ്പിൾ ബിലീവ് ദാറ്റ് ഇൻക്രീസിങ് റീഡിങ് പ്രൊഫിഷ്യൻസി ഇൻ ജസ്റ്റ് ഫോർ സ്റ്റുഡൻസ് ഓർ പ്രൊഫഷണൽസ്, ചില ആളുകൾ ചിന്തിക്കും വായനയുടെ ഇത് കൂട്ടേണ്ടത് അല്ലെങ്കിൽ കഴിവ് കൂട്ടേണ്ടത് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനാണെന്ന്. ബട്ട് മെനി ഓഫ് ദീസ് കോമൺ പീപ്പിൾ ഓൾസോ സ്ട്രഗിൾ വിത്ത് ദ സെയിം ഇഷ്യൂസ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും ശരിക്കും വായിക്കാൻ അറിയാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് പറയണം. ദേ കനോട്ട് മെയിൻറ്റെയിൻ ദ റീഡിംഗ് പേസ് ആൻഡ് കോംപ്രിഹെൻഷൻ ദേ ബോത്ത് നീഡ് ആൻഡ് വോണ്ട് ടു. കൃത്യമായ സ്റ്റൈലിൽ വായിക്കാൻ അറിയാത്തത് കൊണ്ട് അവർക്ക് പലപ്പോഴും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആ വായനേനെ ഉപകരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാറില്ല എന്ന് പറയാണ്. They frequently want to correspondence, newspapers, magazines and other sources as well as leisurely reading. പല കോമൺ പീപ്പിളിനും പല മാഗസീന്, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ലീഷറായിട്ടുള്ള ബുക്ക് വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മെനി പീപ്പിൾ ഡിസൈഡ് ടു കണ്ടിന്യൂ ദെയർ ഹോബീസ് ഓർ ഡു ഹയർ സ്റ്റഡീസ്. ചിലർക്ക് വായിക്കാൻ ഹോബി എന്നോണം കണ്ടിന്യൂ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കത് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ലാക്ക് ദ ടൈം, സമയമില്ലാത്തത് കൊണ്ടാണ്. ടു കംപ്ലീറ്റ് ദ എസെൻഷ്യൽ റീഡിങ്, വായിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയമില്ല. രണ്ടിനും സമയമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പുവർ റീഡിങ് സ്കിൽസ് കൊണ്ടാണ്, ശരിയായ രീതിയിൽ വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അൺഷുവർ അബൌട്ട് ദ എബിലിറ്റി ടു ഡു സക്സസ്ഫുള്ളി, എങ്ങനെ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നവർക്ക് അറിയില്ല. അവർക്ക് പേടിയാണ് ജയിക്കോ തോൽക്കോ എന്ന്. അതുകൊണ്ട് തന്നെ പലരും അതിൽ പോകുന്നില്ല എന്ന് പറയണം. മോസ്റ്റ് പീപ്പിൾ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. എല്ലാ ആളുകൾക്കും ലോകത്തെക്കുറിച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. യെറ്റ് മെനി ഡു നോട്ട് ഹാവ് ദ ടൈം ടു റീഡ്. എന്നിട്ട് പോലും അവർക്ക് ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാൻ സമയം കിട്ടില്ല, എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇഫ് ദേ ഇംപ്രൂവ് ദ റീഡിങ് കോംപ്രിഹെൻഷൻ ലെവൽ, അതേസമയം പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുന്ന അവരുടെ ഒരു കഴിവ് അവർ വികസിപ്പിക്കുകയാണെങ്കിൽ ദേ കുഡ് ഈസിലി ഡു ദ എബവ് സെഡ് നീസ്, മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ എലമെൻറ്റ്സ് നീഡഡ് ടു ഇംപ്രൂവ് റീഡിങ് കോംപ്രിഹെൻഷൻ പെട്ടെന്ന് കൂട്ടാനായിട്ട് വേണ്ട എലമെൻസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആൻഡ് പ്രാക്ടീസിങ് ദം, അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ അവർ എക്സൽ ചെയ്യാൻ നല്ലൊരു കാര്യമാണെന്ന് പറയാം. കോമൺ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ. ഇനി വാട്ട് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ, നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ. ലാംഗ്വേജ് എനേബിൾസ് ദ ട്രാൻസ്മിഷൻ ഓഫ് നോളേജ് ആൻഡ് ഐഡിയാസ് ആൻഡ് കൺവേസ് മീനിങ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ്. പറയുന്ന ഭാഷ കൊണ്ട് നമുക്ക് അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റും. അറിവുകൾ മാത്രമല്ല, ആശയങ്ങൾ, അർത്ഥങ്ങൾ, വീക്ഷണകോണുകളൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഭാഷയുള്ളത് കൊണ്ടാണ്. വെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രോപ്പർലി ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതായത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ അർത്ഥം കണ്ടെത്താൻ പറ്റിയാൽ റീഡിങ് ക്യാൻ ബി എ ട്രമൻഡസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. പ്രചോദനത്തിൻ്റെ വലിയൊരു ഉറവിടമായിട്ട് വായന മാറും. പ്രചോദനം മാത്രമല്ല, ഫണ്ണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ, അറിവുകൾ രൂപമാറ്റം തന്നെ അതുകൊണ്ട് സംഭവിക്കും. റൈറ്റിംഗ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്പോർട്ട് റീഡേഴ്സ് ടു ന്യൂ സെറ്റിംഗ്സ്, ടൈം ആൻഡ് ഒക്കേഷൻ.
വായനയ്ക്ക് ആളുകളെ, റീഡേഴ്സിനെ, വായനക്കാരെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയ പുതിയ സെറ്റിങ്ങിലേക്ക്, അവസരങ്ങളിലേക്ക്, സന്ദർഭങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് പറയാണ്. ടെക്സ്റ്റ് ക്യാൻ ഓഫർ ഓൾട്ടർനേറ്റ് വ്യൂ പോയിൻറ്റ്സ് ഓൺ ദ വേൾഡ്. ലോകത്തെ പല വീക്ഷണകോണിൽ നോക്കാനായിട്ട് ഈ ടെക്സ്റ്റ് കൊണ്ട് സാധിക്കും. ആൻഡ് ദേ ക്യാൻ കിൻഡിൽ അവർ ഇമാജിനേഷൻ. നമ്മുടെ സങ്കല്പത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സങ്കല്പത്തിലൂടെ നമുക്ക് വിവിഡ് മെൻ്റൽ പിക്ചേഴ്സ്, കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ, ആൻഡ് ദാറ്റ് മേ ലാസ്റ്റ് എ ലൈഫ് ടൈം. അതൊരു പക്ഷേ ജീവിതകാലം മുഴുവൻ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നതിലൂടെ നമ്മളുടെ സങ്കല്പത്തിന്, ഇമാജിനേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാണ്. ടെക്സ്റ്റ് ഹാവ് ദ പവർ ടു എഡ്യൂക്കേറ്റ് ആൻഡ് അഡ്വാൻസ് അവർ നോളേജ്. ഇനി ടെക്സ്റ്റുകൾക്ക് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമ്മുടെ നോളേജിനെ കൂട്ടാനുള്ള കഴിവുണ്ട്. ടീച്ചേഴ്സ് ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ കണ്ടുപിടിക്കാൻ. ഇൻസ്പയർ ഫ്രഷ് മോഡ്സ് ഓഫ് തോട്ട്, പുതിയ പുതിയ ചിന്തകൾ തരാനൊക്കെ വായന കൊണ്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വെറൈറ്റി ഓഫ് റിട്ടൺ ലാംഗ്വേജ്. റിട്ടൺ ലാംഗ്വേജിൻ്റെ പല പല വ്യത്യസ്തതകൾ, അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള സങ്കീർണമായ പ്രൊസീജിയേഴ്സ് റീഡിങ്ങിൽ, അതൊക്കെയാണ്. അതിനായിട്ട് നമുക്കിവിടെ സാമ്പിളും തന്നിട്ടുണ്ട്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ബ്രീഫ് എക്സ്പേർട്ട് ഓഫ് ആൻ ഇലാസ്ട്രേഷൻ ഓഫ് റിച്ച്നെസ് ഓഫ് റിട്ടൺ ലാംഗ്വേജ്. അതൊരു പാസേജ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. നമുക്ക് പാസേജ് വായിക്കാം. ജെന്നി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കാര്യം. ജെന്നി സ്പ്രാങ്ക് ബോൾട്ട് അപ്രൈറ്റ്. ജെന്നി സ്പ്രാങ്ക് ബോൾട്ട് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജെന്നി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. മൊമെൻറ്റ്സ് ഓഫ് ഡിസോറിയൻറ്റേഷൻ ഫോളോഡ് ബിഫോർ ഷീ റെക്കഗ്നൈസ്. പെട്ടെന്ന് എണീറ്റപ്പോൾ അവൾക്ക് എല്ലാത്തിനും ഡിസോറിയൻറ്റേഷനാണ്. അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ എവിടെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ ഫുൾ സംശയമാണ്. അതിനുശേഷം അവൾ പലതും തിരിച്ചറിയാണ്, റെക്കഗ്നൈസ് ചെയ്യാണ്. നൗ ഫെയ്ഡഡ് ഫ്ലോറൽ വാൾപേപ്പർ. ഒരു ഫ്ലോറലായിട്ടുള്ള പൂക്കളൊക്കെയുള്ള ഒരു വാൾപേപ്പർ ഉണ്ട്. അത് പക്ഷെ ഇപ്പം മങ്ങിപ്പോയി. ആൻഡ് ടാറ്റി മാച്ചിങ് കർട്ടനുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവൾ തിരിച്ചറിഞ്ഞു. ഫ്രെയിംഡ് ഫാമിലി ഫേസസ് സ്റ്റെയർഡ് ഡൗൺ ഫ്രം ദ ബുക്ക് ഷെൽഫ്. അപ്പോൾ അവിടെ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഫ്രെയിം ചെയ്തിട്ടുള്ള ഫാമിലി ഫേസസ്, അവളുടെ കുടുംബത്തിൽ പെട്ട ആളുകളുടെ മുഖങ്ങൾ ഉണ്ട്. ഹോം ഫോർ ഹോളിഡേയ്സ്. അപ്പോൾ അവൾക്ക് തിരിച്ചറിയണം അവൾ എവിടെയോ ഹോളിഡേക്ക് പോയിരിക്കുകയാണ്. ഏതോ മേ ബി റിലേറ്റീവിൻ്റെ വീട് അങ്ങനെ ആയിരിക്കാം. ഷീ റിമെമ്പേർഡ്. അവൾ പെട്ടെന്നത് ഓർത്തെടുത്തു. നമ്മളായാലും അങ്ങനെയാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് മാറി ഒരു ദിവസം നിന്നാൽ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ വീട്ടിലാണെന്ന് നമ്മൾ മറക്കും അല്ലേ. അപ്പോൾ നമുക്കതൊരു പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതാണ് ഇവിടെ പറയുന്നത്. ഹോം ഫോർ ദ ഹോളിഡേ ഷീ റിമെമ്പേർഡ്. അവൾ തിരിച്ചറിയാണ്. ബ്ലിങ്കിങ് ആൻഡ് യോണിങ്. അത് കണ്ണിങ്ങനെ ചിമ്മി ചെറിയ ശബ്ദം ഉണ്ടാക്കി. ഷീ സ്റ്റംബിൾഡ് അറൗണ്ട് ഫോർ ഹെർ സ്ലിപ്പേഴ്സ് ആൻഡ് ഗൗൺ. അവളുടെ സ്ലിപ്പേഴ്സും ഗൗണൊക്കെ തിരയാണ്. ദ ടിന്നി വോയിസ് ഫ്രം ദ ബെഡ് സൈഡ് ടേബിൾ. ആ സമയത്ത് ഒരു വോയിസ് കേൾക്കുന്നു ബെഡ് സൈഡിലുള്ള ടേബിളിൻ്റെ അവിടെ നിന്ന്. വാസ് ഡെലിവറിങ് ദ ന്യൂസ്. ഒരു ന്യൂസ് പറയുകയാണത്. ആൻഡ് വാർണിംഗ് ഓഫ് ഹാർഷ് വിൻഡ്സ് ആൻഡ് ഐസി റോഡ്സ്. അപ്പോൾ എന്താണ് ഹാർഷ് വിൻഡുകൾ, കാറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഭയങ്കര ഐസി ആയിട്ടുള്ള റോഡ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ജെന്നി റീച്ച്ഡ് അക്രോസ് ആൻഡ് ഹിറ്റ് ദ ബട്ടൺ. ജെന്നിക്ക് കാര്യം മനസ്സിലായി. ജെന്നി പറയാണ് ടുഡേ ഈസ് ഡെഫിനറ്റ്ലി എ 2 സ്വെറ്റർ ഡേ. ഇന്ന് 2 സ്വെറ്ററെങ്കിലും ധരിക്കണം, അത്ര തണുപ്പുണ്ടാവും. ജെന്നി തോട്ട് ആസ് ഷീ റിഫിൽഡ് അറൗണ്ട് ഇൻ ഹെർ സ്യൂട്ട് കേസ്. അവളുടെ സ്യൂട്ട് കേസ് എടുത്തു. ഫോർ ഹെർ ഫേവറേറ്റ് വിൻ്റർ ക്ലോത്തിങ്. വിൻ്റർ സമയത്തുള്ള ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് അവൾ എടുത്തു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടെ എന്നോട്ടേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ഓഫ് ദ സ്റ്റോറിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ, ജെന്നി സ്പ്രാങ്ക് ദ ബോൾട്ട് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജെന്നി മേ ഹാവ് സഡൻലി എവേക്കൺ. നേരത്തെ പറഞ്ഞ പോലെ ജെന്നി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ബി ഷോക്ക്ഡായി. അറ്റ്ലീസ്റ്റ് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. ജെന്നി ഹാസ് അറ്റൻഷൻ ഫോക്കസ്ഡ് ഓൺ സംതിങ്. ആ സമയത്ത് അവൾ എന്തോ ഫോക്കസ് ചെയ്തു, എന്തോ നോക്കി. ഇനി മൊമെൻറ്റ്സ് ഓഫ് ഡിസോറിയൻറ്റേഷൻ ഫോളോഡ് എന്ന് പറഞ്ഞാൽ എന്താ, സംശയങ്ങൾ പിന്നെ വന്നു എന്നാണ്. ഷീ കുഡ് ബി പെർപ്ലെക്സ്. അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവാം. ഷീ മൈറ്റ് ബി അറ്റ് ആൻ അൺനോൺ ലൊക്കേഷൻ. ഏതാ ഈ സ്ഥലം, അൺനോൺ ആണല്ലോ എന്ന രീതിയിൽ. ബിഫോർ ഷീ റെക്കഗ്നൈസ്ഡ്, അതായത് തിരിച്ചറിയുന്നേക്കാൾ മുമ്പ് നാ ഫേഡ് ഫ്ലോറൽ വാൾപേപ്പർ അവൾ കണ്ടു. ആൻഡ് ടാറ്റി മാച്ചിങ് കർട്ടൻസും കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ ദ ദേ വർ ഒറിജിനലി ഇൻ ഗുഡ് ഷേപ്പ്. ശരിയായ ഷേപ്പാണെങ്കിലും അതിപ്പോൾ ചെറുതായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണം. ഫ്രെയിംഡ് ഫാമിലി ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഓൺലി ഫേസസ് ദാറ്റ് കം ടു മൈൻഡ് ആർ ദോസ് ഇൻ പിക്ചേഴ്സ്. അവളുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ ആ ചിത്രത്തിലുള്ള ആളുകളുടെ മുഖമാണ്. ജെനീസ് ഫാമിലി ആയിരിക്കാം, ജെനിയുടെ ഫാമിലിയുള്ള ആളുകളുടെ ആയിരിക്കാം. സ്റ്റെയർ ഡൗൺ ഫ്രം ദ ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ,
കുറിച്ച് നോക്കാമെന്നാണ്.